ഹലോ again വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വെഡിങ് വീഡിയോ ആണ്. പാർട്ട് 6 ആണ് കേട്ടോ നമ്മുടെ വീഡിയോ. ഇതിൻ്റെ മുന്നിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അത് കണ്ടിട്ട് ഇത് വന്നിട്ട് കാണാം കേട്ടോ. ഓക്കെ, ഇതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അവരോടായിട്ട് ജസ്റ്റ് ഒന്ന് പറയാണ്, ഇത് കാക്കയാണ്, എൻ്റെ കാക്കൻ്റെ മാരേജ് ആയിരുന്നു, അവൻ്റെ മാരേജിൻ്റെ വീഡിയോസൊക്കെയാണ് ഇത്. അപ്പം നമുക്ക് ഉച്ചക്ക് വേറൊരു കല്യാണം, രാത്രി വേറെ കല്യാണം ഒക്കെ ആയിരുന്നു. അപ്പോൾ ഉച്ചക്കത്തെ കല്യാണത്തിനൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ. ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് ഫോളോ ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇനി ഉച്ചയ്ക്ക് വേറൊരു കല്യാണം എന്നൊക്കെ. അപ്പം ബ്രൈഡിൻ്റെ അല്ലെങ്കിൽ നാത്തൂൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ഉച്ചയ്ക്കുള്ള കല്യാണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞും അതും ഹാളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കല്യാണം. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ. അങ്ങനെ റിട്ടേൺ ഞങ്ങൾ വന്ന് ഞങ്ങൾക്ക് 5 മണി തൊട്ടാണ് ഞങ്ങൾക്ക് കല്യാണം തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. മാരേജ് ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഹാളെടുത്തിട്ടുണ്ടായിരുന്നു. ഹാളിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുളിച്ച് സുന്ദരികളും നമ്മൾ ഉച്ചക്കത്തെ പരിപാടികൾ കഴിഞ്ഞ് ഒക്കെ ഫ്രഷായി ന്യൂ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായിട്ട് ഇതാക്കണം. നമ്മൾ ഹാളിലോട്ട് വന്നതാണ് കേട്ടോ. ഇതാക്കണം താത്തൻ്റെ മോനാണ് കേട്ടോ. ജസ്റ്റ് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചു. ഉള്ളിലോട്ട് കയറി. നമ്മൾ കുറച്ച് ലേറ്റായി പോയി. ബ്രൈഡൽ അല്ലെങ്കിൽ നാത്തൂൻ നമ്മൾ ആദ്യം വിട്ടിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെ എത്തി തുടങ്ങിയല്ലോ. അപ്പം നമ്മൾ ആളൊക്കെ ഒന്ന് സെറ്റാക്കി ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഫ്രഷായിട്ട് ബേബിക്ക് ഫുഡൊക്കെ കൊടുത്ത് വന്നതാണ് കേട്ടോ. അങ്ങനെ വന്നപ്പോൾ ഓളെ സ്റ്റേജിലോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് സ്റ്റേജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വന്നു. ഇങ്ങനെ താത്തയും ഞാനുമാണ് നിൽക്കുന്നത് കേട്ടോ. ഇരിക്കുന്നത് പറഞ്ഞു പോയി, സോറി. അങ്ങനെ ഒന്ന് സ്റ്റേജിലൊക്കെ കയറ്റാനുള്ള ജസ്റ്റ് റീലും ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേണമല്ലോ കയറ്റാൻ. അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഭയങ്കര ടഫ് കേട്ടോ. ഞങ്ങൾ ഫോട്ടോസിനും വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പ് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ലെവലിൽ ഓരോ പൊസിഷനിലൊക്കെ ആയിരുന്നു ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ശരിക്കും നമ്മൾ റീലിലൊക്കെ ശരിക്കും ഇത് കാണുമ്പോൾ നമ്മളൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എന്ത് ഭംഗിയാണല്ലോ ശരിക്കും കാണാൻ. ഇതിൻ്റെ ബാക്കിലുള്ള എഫേർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഭയങ്കര എഫേർട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ അടിപൊളിയായിരുന്നു. ഇങ്ങനെ ഓരോ സ്റ്റെപ്പും വെച്ച് പിന്നെ അധികം ആൾക്കാരൊന്നും ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ഒന്നും വലിയ പ്രശ്നം തോന്നില്ല. പിന്നെ അയാൾ ഫോട്ടോഗ്രാഫർ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഡാൻസ് ചെയ്യി, എന്തെങ്കിലും കളിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണയും ഞങ്ങളങ്ങനെ കളിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ.
കണ്ടില്ലേ, ഒരു ഫോട്ടോഗ്രാഫർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കളിക്കുന്നുട്ടോ. പിന്നെ ഞങ്ങൾ എന്ത് ലാസ്റ്റ് ആ 2 കോലില്ലേ അത് പിടിച്ച് 4 കുലിക്കാട് കൊടുത്തു. എന്നാൽ പിന്നെ കുറച്ചൊരു കളിച്ചെന്നുള്ളത് ആവുകയും ചെയ്യും, ജസ്റ്റ് ഒന്ന് കുലുങ്ങുകയും ചെയ്യല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടോ. ഡാൻസ് ചെയ്യാനോ എങ്ങനാലും നമുക്ക് പറ്റൂല കേട്ടോ, നമുക്കത് അറിയില്ല. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കിടക്കട്ടെ, വീഡിയോയിൽ എന്തായാലും ഒരു ഡ്രസ്സ് ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഈ ഡ്രസ്സ് കണ്ടില്ലേ, ഈ ഡ്രസ്സിൽ എനിക്ക് ഭയങ്കര ഒരു തടി തോന്നിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി കുറച്ച് അധികം തടി ഉണ്ട്, അതിൽ കൂടി കുറച്ചുകൂടി അധികം ഈ ക്ലോത്തിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്, കുറച്ചധികം ഒരു തടി തോന്നിക്കാൻ എനിക്ക് എന്താ പോലെ ആകുന്നുണ്ടായിരുന്നു കേട്ടോ ശരിക്കും. പിന്നെ ഇതാക്കണ ഞങ്ങളെ കസിൻസൊക്കെ ആണല്ലോ പിന്നെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അവരോടൊക്കെ കുറേ സംസാരിക്കാനുണ്ട്. നൈബേഴ്സ് ഉണ്ട്, അതുപോലെ ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഒന്ന് സംസാരിക്കണം, അവരൊക്കെ ഒന്ന് പരിചയപ്പെടല്ല, ഒന്ന് എന്തായാലും ഒന്ന് മുഖം കാണിക്കണമല്ലോ. അപ്പോൾ അവരൊക്കെ ഒന്ന് ഫേസ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ മാരേജ് പോയിട്ടുണ്ടായിരുന്നത്. അന്നപ്പോഴേക്കും സമയം ഇഷ്ടം പോലെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയുണ്ടോ, പെട്ടെന്ന് ടൈം പോകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇതാക്കണ ലാസ്റ്റ് ഫൈനൽ രൂപമാണ് കേട്ടോ. എല്ലാവരും പോയി, നമ്മൾ മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത്. ഒരു 9:30-10 മണി വരെയാണ് ഞങ്ങൾ ഹാള് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയമാകുമ്പോഴേക്കും എല്ലാവരും കസിൻസൊക്കെ വന്നവരൊക്കെ പോയി. അങ്ങനെ ഇതാക്കിയിട്ട് ആ ഒരുപാട് ഫോട്ടോസും ഇതൊക്കെ എടുത്ത് റിട്ടേൺ നമ്മൾ വീട്ടിലോട്ട് പോന്നു. 2 വണ്ടിയിലായിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, മറ്റേതിൽ താത്തയും അവരും വരാമെന്ന് പറഞ്ഞ്. അപ്പം എനിക്ക് ഏതായാലും വീഡിയോ എടുക്കണം, ഞാൻ ഫസ്റ്റ് ടൈം എന്നെ കണ്ടിട്ടില്ലല്ലോ കയറുന്നത്, വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. ഫോട്ടോഗ്രാഫർ വരെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റി. പിന്നെ ബേബി ഇതാക്കുന്ന എല്ലാ കണ്ണൊക്കെ തുറന്ന് നോക്കിയിരിക്കുകയാണ് കേട്ടോ, ഉറങ്ങിയിട്ടൊന്നുമില്ല, ആള് കൂളായിട്ടിരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ ഞങ്ങൾ വീട്ടിലെത്തി. അവൾ കയറുന്ന ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ബിസ്മിയിൽ കയറ്റിക്കൊള്ളുന്നു, പക്ഷേ ബിസ്മിയൊക്കെ ചൊല്ലി ആദ്യം തന്നെ കയറ്റിയിട്ടുണ്ടായിരുന്നു, ഞാൻ വെറുതെ അന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നല്ല വേണ്ട ബിസ്മിയൊക്കെ ചൊല്ലി കയറ്റി. കാക്കത്തക്കുന്ന ഡ്രസ്സൊക്കെ പകുതി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അങ്ങനെ അവർ എൻജോയ് ചെയ്യട്ടെ. പിന്നെ ഇതാക്കണ വീടിൻ്റെ അവസ്ഥ അലങ്കോലമായി കിടക്കായിരുന്നു, മൊത്തത്തിൽ മിസ്സായി കിടക്കായിരുന്നു. ഹാളിനാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഹാളിനായം കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബാക്കി ബാലൻസ് വന്ന മന്തിയായിരുന്നു ഫുഡ്. അപ്പോൾ ബാലൻസ് വന്ന സാധനങ്ങളൊക്കെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ കുടിക്കുന്നവരുണ്ട്, ആ സമയത്ത് ഫുഡ് കഴിക്കുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ അലങ്കോലായി കിടക്കുകയാണ്. ഒക്കെ ഒന്ന് റെഡിയാക്കി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെക്കണം ഇനിയെല്ലാം. അങ്ങനെ കേട്ടോ. പിന്നെ എന്താ ഈ ബൊക്കെ കണ്ടില്ലേ, അടിപൊളിയല്ലേ, എനിക്കെന്തോ സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ. അത് നമ്മളൊരു ഫ്ലവറിന് എത്രയോ ഒരു പൈസ കൊടുത്തിട്ടല്ലേ ശരിക്കും മേടിക്കൽ. ഇത് അവൻ്റെ കാറിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ. കുറേ ഒരു മാസത്തോളൊക്കെ ശരിക്കും ഈ ഇതിൽ തന്നെ അതുപോലെ തന്നെ നിന്നിട്ടുണ്ട്, ഫ്രഷ് ആയിട്ട് തന്നെ. കാരണം അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ്, പഞ്ഞി പോലത്തെ സംഭവത്തിൽ വെള്ളം ഒഴിച്ചാൽ ഇങ്ങനെ കുത്തി വെച്ചതാണ്. അപ്പം അതിൻ്റെ വെള്ളം കയറിയിട്ട് ഫ്ലവർ ഒന്നും കേടുകൂടാതെ കുറേ കാലം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ അവിടെ വെറുതെ വേസ്റ്റാക്കി അവിടെ വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഒന്നിനും ആർക്കും വലിയ ഉപകാരമൊന്നും പിന്നെ ഉണ്ടാവില്ലല്ലോ. പിന്നെ ഞാൻ കുറേ ആൾക്കാർക്ക് എടുത്തു കൊടുത്തിട്ട് വീട്ടിൽ വരുന്ന കുറേ കസിൻസൊക്കെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ ഇങ്ങനെ എടുത്തു കൊടുത്ത് അവരൊക്കെ കുറേ കൊണ്ടുപോയിട്ട് ഫ്ലവർ വെറുതെ വേസ്റ്റ് ആക്കാൻ തോന്നില്ല, കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലോ, ഫ്ലവറാണല്ലോ. പിന്നെ അവൾക്ക് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കായിരുന്നു. പിന്നെ അവൾ ആ ഡ്രസ്സൊക്കെ ഒന്ന് കഴിച്ചു കൊടുത്ത് ക്ലീൻ ചെയ്ത് കൊടുത്ത് ഫ്രഷായി അവളൊന്ന് ഉറങ്ങാനായിട്ട് വിട്ടിട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുന്നിൽ വിട്ട വീഡിയോ, ഗ്രൂം ട്യൂബിൻ്റെ വീഡിയോ, സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്, ഒക്കെ ഒന്ന് പോയി കണ്ട് നോക്കട്ടെ, ഇഷ്ടപ്പെടും തീർച്ച. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ ആണ് വെഡിങ്ങിൻ്റെ. ഇഷ്ടപ്പെടും തീർച്ചയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.